എസ്കെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. 2 കപ്പ് തികച്ചില്ല, ഒരു 1.25 കപ്പ് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇത് വേകട്ടെ. ഒരു 7-8 മിനിറ്റ് വേണം. നല്ലപോലെ ഒന്ന് വെന്തോട്ടെ. വെന്തളിയാൻ പാടില്ല. നമുക്ക് അടച്ചു വെക്കാം. പാസ്ത വേകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പാൻ ഇട്ട് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് ഉരുകി വന്നപ്പോഴത്തേക്ക് കരിഞ്ഞു പോകരുത്. സിമ്മിലിട്ടിട്ട് വേണം ബട്ടർ ഇടാൻ. അതിലേക്ക് ഇത് ഞാൻ ഒരു 150 ഗ്രാം കൂൺ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മഷ്റൂം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒന്ന് വെന്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ 1/4 ടീസ്പൂൺ മതി. നമ്മൾ പാസ്തയ്ക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. ഇളക്കി കൊടുക്കാം. ഒന്ന് വെള്ളം വറ്റി വരട്ടെ. അടച്ചു വയ്ക്കാം. ഒന്ന് നല്ലപോലെ വേവട്ടെ. ഇനി നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം. ഇത് വെള്ളം വരട്ടെ. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം, ഇത്തിരി വലുതല്ല, ഒരു മീഡിയം ടൈപ്പ് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് രണ്ടും കൂടെ ഒന്ന് വെള്ളം വറ്റിയൊന്ന് എന്ത് വന്നോട്ടെ. ക്യാപ്സിക്കം കൂണും കൂടെ ഒന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് ഇത് ഒരു 1/4 കപ്പ് സ്വീറ്റ് കോൺ കൊടുത്ത് കൊടുക്കാം. വേകട്ടെ. പാസ്ത വെന്തോന്ന് നോക്കാം. പാസ്ത നമ്മുടെ ആയിട്ടുണ്ട്, മുറിഞ്ഞു വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ട്രെയിനറിലേക്ക് ഊറ്റാം. ഇത് വെള്ളം മാലം വെക്കാം. നമ്മുടെ സ്വീറ്റ് കോണും മഷ്റൂമും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കടായി എടുത്ത് വെച്ചെടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞെടുത്ത് കൊടുക്കാം. ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് നിറം മാറണ്ട, ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇത്തിരി കൂടെ വെന്തോട്ടെ. മതി, ഇത്രയും മതി. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചിമ്മി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് ബ്രൗൺ നിറമൊന്നും ആയി പോകരുത്. ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കാനാണ്. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി പാലൊഴിച്ചു കൊടുക്കാം. കുറച്ച് ആദ്യം ഒഴിക്കണം, കട്ട കെട്ടാതിരിക്കാൻ. കട്ട കെട്ടിപ്പോവില്ല. നമുക്ക് നല്ല സിൽക്കി ആയിട്ട് കിട്ടണം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊരു വിസ്ക് വെച്ച് ഇളക്കി കൊടുക്കാം. കട്ട കെട്ടാതിരിക്കാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ക്രീമി ആയിട്ട് വരട്ടെ. വെളുത്തുള്ളിയുടെയാണ് ഈ തരി പോലെ കാണുന്നത്. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. കുറുകി വരട്ടെ. ചട്ടി എടുത്ത് ഇളക്കാം. കട്ടയാവരുത്. ഞാനൊരു സോസ് പാനിലായിരുന്നു ആദ്യം വെളുത്തുള്ളി ഇട്ട്. അത് കഴിഞ്ഞൊരു കടായിലേക്ക് മാറ്റിയായിരുന്നു. അത് കാണിച്ചില്ല, മറന്നുപോയി. ഇതിലാകുമ്പം പാസ്തയും കൂടി തിളക്കാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇതിലോട്ട് മാറ്റിയതാ. ഓർക്കാതെ വെച്ചതാ സോസ് പാൻ. ഇങ്ങനെ പാസ്ത ഊറ്റിയ വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് സ്റ്റിക്കി ആകാൻ വേണ്ടിയിട്ട്. ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. കുറച്ച് വറ്റി വരട്ടെ. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുവാണ്. ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇട്ടു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും കൂടി ഇടും. ഇനി നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമും സ്വീറ്റ് കോണും ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് തിളച്ചോട്ടെ. ഇതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ചീസും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ, ഒരു ശകല എരിവിന് വേണ്ടിയിട്ട്. ഇത്രയും മതി. ഇനി നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.